നൈറ്റിയിട്ട വിത്തുകാളകളും കുമ്പസാരിക്കാൻ വരുന്ന വീട്ടമ്മയും. ജ്ഞാനായ സഭയിലെ ഒരു പുരോഹിതനും ഒരു വീട്ടമ്മയും തമ്മിലുള്ള ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ പുരോഹിത വർഗത്തിനെ ആരും നിർബന്ധിച്ചിട്ടല്ല ഈ ലോഹ ഇടിയിക്കുന്നത്. അതുപോലെ തന്നെ കന്യാശ്രീകളെയും ശിരോവസ്ത്രം അണിയിക്കുന്നത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടോ ആരുടെയെങ്കിലും പ്രേരണയ്ക്ക് വഴങ്ങിയിട്ടോ അല്ല. ഇവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് ഈ വസ്ത്രങ്ങൾ സ്വീകരിച്ച് ഇവർ ഈ പ്രവൃത്തിയിലേക്ക് വരുന്നത്. നമ്മൾ അണിയുന്ന വസ്ത്രത്തോട് നമുക്ക് നീതി പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ വസ്ത്രം ഊരിവെച്ച് വിവാഹം കഴിച്ച് നല്ല കുടുംബജീവിതം നയിച്ച് ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ സുഖമായിട്ട് ജീവിക്കുക. അല്ലാതെ ഒരു സഭയെയും ഒരു സമുദായത്തെയും ഒരു മതത്തെയും തന്നെ മറ്റു ജനങ്ങൾക്ക് അധിക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് ഒരു സഭാംഗങ്ങൾക്കും നല്ലതല്ല, ഒരു പുരോഹിത വർഗത്തിനും നല്ലതല്ല. ക്രിസ്ത്യാനികളുടെ ആചാരത്തിന്റെ ഒരു ഭാഗമാണ് കുമ്പസാരിക്കുക എന്നുള്ളത്. ഈ കുമ്പസാരത്തിന്റെ മറവിലാണ് ഇവന്മാർ ഇത്തരം കള്ളത്തരങ്ങളെല്ലാം കാണിക്കുന്നത്. കുടുംബിനികളായ സ്ത്രീകൾ അവരുടെ വീട്ടിലെ പരാധീനതകളും ഭർത്താവിന്റെ കഴിവുകേടുകളും, മക്കൾ സ്ഥലത്തുണ്ടെന്നോ ഇല്ലെന്നോ, ഭർത്താവ് വിദേശത്താണെന്നോ അല്ലെങ്കിൽ അകലെ ജോലിക്ക് പോയിരിക്കുകയാണെന്നോ ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇവരോട് പറയും. എല്ലാ ആഴ്ചയും ഇങ്ങനെ നിരന്തരം ചെന്ന് ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് ഇവന്മാർ ഒരു അവസരമായി എടുത്ത് ഏതെങ്കിലും സ്ത്രീകൾക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനെയെല്ലാം ചൂഷണം ചെയ്ത് ഇവരെ ഈ സ്ത്രീകളെ കീഴ്പ്പെടുത്തും. ഈ പറയുന്ന കൂട്ടത്തിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ യവന്മാരോട് പറയും. യവന്മാർ ഇതെല്ലാം മനസ്സിൽ വെച്ച് ചിലപ്പോൾ മൊബൈലൊക്കെ വെച്ച് യവന്മാർ ഇതെല്ലാം റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ സ്ത്രീകളെ ഇവന്മാർ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ എനിക്ക് വഴങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം മറ്റാൾക്കാരുടെ അടുത്ത് പറയുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഇതൊക്കെ പരത്തിവിടും എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് യവന്മാർക്ക് വഴങ്ങാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് യവന്മാർ കൊണ്ടെത്തിക്കും. മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരോ ഭർത്താവ് ദൂരെയൊക്കെ ഉള്ളവരോ അല്ലെങ്കിൽ ഗൾഫിലുള്ളവരൊക്കെ ആയിരിക്കാം ഇവരുടെ ദുഃഖങ്ങളും പരാധീനതകളും ഒക്കെ ചെന്ന് പറയുന്നതും അവർക്ക് ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ പറ്റിപ്പോയിട്ടുള്ള ഏതെങ്കിലും ഒരു അബദ്ധങ്ങളെ കുറിച്ചൊക്കെ യവന്മാരടുത്ത് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം യവന്മാർ ശരിക്കും ഇത് വെച്ച് ഇവർ ചൂഷണം ചെയ്യണേ. ഇത്തരം ചൂഷണത്തിലൂടെ എത്രയെത്ര കുടുംബങ്ങളെ എന്നറിയാവും യവന്മാർ ഇല്ലാതെയാക്കിയിട്ടുള്ളത്. മധ്യ കേരളത്തിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇവനെ പോലെയുള്ളവർക്കെല്ലാം ആഴ്ചതോറും ഇവരെല്ലാം വീട്ടിൽ കൊണ്ടുപോയി തിന്നാനും കൊടുത്ത് യുവന്മാർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും യുവന്മാർക്ക് സംഭാവനകളെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ മേടിച്ചു കൊടുത്ത് ഇതെല്ലാം ചെയ്താലും അവസാനം ഇവരുടെ ഇരകളായി മാറുകയാണ്. കന്യാശ്രീകളെ തന്നെ കണ്ടില്ലേ, എന്തുമാത്രം കന്യാശ്രീകളെയാണ് യുവന്മാർ കൊന്ന് കിണറ്റിലും അവിടെ ഇവിടെയൊക്കെ ചവിട്ടിത്താൾക്കുന്നത്. വെറും ക്രൂരമായ പ്രവൃത്തിയാണ് യുവന്മാർ. ശരിക്കും യുവന്മാർ വിത്തുകാളകളുടെ സ്വഭാവമാണ് യുവന്മാർ. കാരണം ഇവർക്ക് ഇഷ്ടം പോലെ തിന്നാനുണ്ട്. പന്നിയും ആടും പശുവും കോഴിയും നെമ്മീനും മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല മീനൊക്കെ വാങ്ങിച്ച് തിന്നുന്നത് യവന്മാരാണ്. പാവപ്പെട്ട ജനങ്ങൾ കൂലിപ്പണിയെടുത്തും വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെട്ടും ഫണ്ടുകൾ കൊടുത്തും പിരിവുകൾ കൊടുത്തും കാണിക്കയിട്ടും കൊടുത്തില്ലെങ്കിൽ യവന്മാരൊക്കെ ദേഷ്യങ്ങളും ഒക്കെ കാണണം. എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലക്ഷങ്ങളാണെങ്കിൽ ചോദിക്കുന്നത്. പണ്ട് ഇങ്ങനെ കൊണ്ട് തന്നിരിക്കുന്ന പോലുള്ള ഓരോ ചോദ്യങ്ങളാണ്. നിങ്ങൾ ഇത്ര തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് യവന്മാർ സംസാരിക്കുന്നത്. വെറും വൃത്തികെട്ടവന്മാരാണ്. ഇവനെയൊന്നും വീട്ടിന്റെ നടയിൽ അടിപ്പിക്കരുത്. വെറും ദുഷ്ടന്മാരാണ്. വെറും വിത്തുകാളകളായിട്ട് നടക്കുന്ന യവന്മാർക്ക് എന്തിനാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്? യോന്റെയൊക്കെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് അവനെല്ലാം വിളിച്ച് വീട്ടിൽ കയറ്റി ആ കുടുംബത്തിനെയും നശിപ്പിച്ച് ആ വീട്ടിലെ മക്കളെയും നശിപ്പിച്ച് വീട്ടമ്മയും നശിപ്പിച്ച് ആ കുടുംബത്തിനെ അലങ്കോലമാക്കുന്നതാണ് യുവന്മാരെ പ്രവൃത്തികൾ. പറയുന്നതാണെങ്കിലോ ദൈവത്തിന്റെ പുത്രന്മാരാണെന്നാണ്. എത്ര മോശമായ ഭാഷയിലൊക്കെയാണ് അയാൾ സംസാരിക്കുന്നത്, എത്ര വൃത്തികെട്ട രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവനൊക്കെ ഒരു വൈദികനാണോ? കുമ്പസാരിക്കാൻ പോകുന്ന വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളും മക്കളെക്കുറിച്ചും ഭർത്താവിനെ കുറിച്ചുമൊക്കെ മോശമായി യവന്മാരോട് ചെന്ന് പറയുമ്പോൾ ഇവരതെല്ലാം മുതലാക്കാൻ ശ്രമിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഭാര്യയെയും പെൺകുട്ടികളെയൊക്കെ കൊണ്ട് കുമ്പസാരിക്കാൻ അയച്ചിട്ട് വെളിയിൽ ചെന്ന് കിടക്കുന്ന അച്ഛന്മാരും ഭർത്താക്കന്മാരും ഒക്കെ ഇത് ശ്രദ്ധിക്കണം. ഇവനോടൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്, യവന്മാർ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അതൊക്കെ ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പങ്ങളാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വീട്ടിലൊക്കെ വിളിച്ച് യവന്മാരെ കയറ്റുമ്പോഴും ഇവനൊക്കെ ഏത് ലോഹയിട്ടാലും യവന്മാര് ദൈവപുത്രന്മാരൊന്നും അല്ല. യവന്മാരൊക്കെ നമ്മളെക്കാൾ കള്ളന്മാരാണ്, കൊടികെട്ടിയ കള്ളന്മാരാണ് യവന്മാര്. എല്ലാ തന്ത്രങ്ങളും അറിയാം. യവന്മാരും
സാധാരണ മനുഷ്യരെ പോലെയുള്ളവരല്ല. ഈ ഒരു മനുഷ്യനെ എങ്ങനെ പറഞ്ഞു പറ്റിക്കാം, എങ്ങനെ ഒരു മനുഷ്യനെ വളരെ സമാധാനവും ശാന്തമായിട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് പിശാചിനെയും ചേത്താനെയും സാത്താനെയും ഒക്കെ കയറ്റിവിട്ട് ആ മനുഷ്യനെയൊക്കെ ഏതെല്ലാം വഴിക്ക് വളച്ച് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പാക്കറ്റിൽ ഇരിക്കുന്ന പൈസ അവരെ പാക്കറ്റിൽ എത്തിക്കാം എന്നുള്ളതൊക്കെ ചിന്തിക്കാൻ കഴിവുള്ള കള്ളന്മാരാണ് അവന്മാര്. ആ അവന്മാരടുത്താണ് നമ്മുടെ ഭാര്യയും മകളെയൊക്കെ വിട്ടിട്ട് ചെന്ന് വെളിയിലിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ തകരാറുകൾ. ഇനിയെങ്കിലും ക്രിസ്ത്യാനികളെ ശ്രദ്ധിക്കൂ. നമ്മുടെ ഭാര്യയും മക്കളെയും ഒന്നും യവന്മാരുടെ അടുത്ത് കുമ്പസാരിക്കാൻ വിടരുത്. അവരാദ്യ കുർബാന എടുത്തല്ലോ, അത് മതി. യേശുവിനെ സ്വീകരിച്ചു, അത് മതി. ഇനി എല്ലാ കാലത്തും ചെന്ന് ആഴ്ചതോറും ചെന്ന് യവന്മാരുടെ അടുത്ത് എന്ത് കൊതിയുന്നുണയാണ് പറയാതിരിക്കുന്നത്? 90% സ്ത്രീകൾ ചെന്ന് ഭർത്താവിന്റെ കുറ്റങ്ങളാണ് പറയുന്നത്, മക്കളുടെ കുറ്റങ്ങളുമാണ് പറയുന്നത്. അതൊക്കെ തന്നെയാണ് ഇതിന് കാരണമായി മാറുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കൂ, ഇതൊക്കെ ഒഴിവാക്കൂ. അവരും നമ്മളെ പോലെ മജ്ജയും മാംസമുള്ള വെറും മനുഷ്യന്മാരാണ്. ഇവനൊക്കെ ഇങ്ങനെ വിത്തുകാള പോലെ പെണ്ണും കെട്ടാതെയൊക്കെ നടക്കുന്നതൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ്. കല്യാണം കഴിച്ചാൽ ഒരു സ്ത്രീയോടൊപ്പേ കഴിയാൻ പറ്റുള്ളൂ. യുവന്മാർ ഇങ്ങനെ ഇടവകൾ മാറി വരുംതോറും ഇവർ അവിടെ ചെന്ന് 4-5 സ്ത്രീകളെയൊക്കെയാണ് ഇവന്മാർ സ്റ്റാൻഡിൽ ഇതേപോലെ പിടിച്ചു വയ്ക്കുന്നത്. ഇതുപോലെ വരുന്ന സ്ത്രീകളുണ്ട്, ഭർത്താവിന്റെയും മക്കളുടെയൊക്കെ കുറ്റം പറഞ്ഞു വരുന്നവര്. യാദൃച്ഛികമായിട്ടൊക്കെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തു പോകുന്നവര് ഇവരുടെ അടുത്ത് വന്നിങ്ങനെ പറയും, എനിക്കിങ്ങനെ സംഭവിച്ചു പോയി എന്ന്. അതെല്ലാം വച്ച് യുവന്മാര് ഈ സ്ത്രീകളെയൊക്കെ മുതലാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കുമ്പസാരത്തിന്റെ പരിപാടി അവസാനിപ്പിക്കുക. അതുമല്ല, പള്ളിയിലുള്ളവന്മാരൊക്കെ എന്തിനാണ് വിളിച്ച് വീട്ടിൽ കയറ്റുന്നത്? കുടുംബ പ്രാർത്ഥന, പള്ളി പ്രാർത്ഥിച്ചാൽ പോരെ? പിന്നെ ഇനി കുടുംബത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചാലേ പറ്റുള്ളൂ. അവൻ കുടുംബത്തിൽ കൂട്ടത്തോടെ ആദ്യം വരും, പിന്നെ അവൻ ഒറ്റയ്ക്ക് വരും, പിന്നെ റൂം വെഞ്ചരിക്കണം, പിന്നെ കിടക്കണ കട്ടിൽ വെഞ്ചരിക്കണം, കട്ടിലും വെഞ്ചരിച്ച് റൂമും വെഞ്ചരിച്ച് റൂമും അടച്ച് അവസാനം കെട്ടിയവൻ പുറത്ത് കാവലിരിക്കേണ്ട അവസ്ഥയാവും. ഇങ്ങനെയുള്ളവന്മാരെല്ലാം വിളിച്ച് വീട്ടിൽ കയറ്റുന്ന നമ്മളെയൊക്കെ വേണ്ടേ അടിക്കാനുള്ളത്? അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുക. എത്രയെത്ര സംഭവങ്ങളും എത്രയെത്ര കൊലപാതകങ്ങളും നമുക്കറിയാമല്ലോ. ഈ അടുത്ത കാലത്ത് എത്ര എണ്ണത്തിനാണ് പിടിച്ച് ജയിലിൽ ഇട്ടേക്കുന്നത്? ഈ വിത്തുകാളകളെ ലോവയിട്ട് പെണ്ണുങ്ങളെ നൈറ്റിയൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ്. നാണവും മാനവും ഇല്ലാതെ യോന്മാര്. ഇവനൊക്കെ തിന്നണ തീറ്റികൾ കാണണം. ലോകത്തുള്ള എല്ലാ നല്ല ഭക്ഷണങ്ങളും യോന്മാരാണ് കഴിക്കുന്നത്. ഫ്രൂട്ട്സും കാളയും ഇറച്ചിയും കോഴിയും ആടും ഒക്കെ യോന്മാര് തിന്നും. യോന്മാരെ കയ്യിരിക്കണ കാറുകളാണെങ്കിലോ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കാറുകളാണ് യോന്മാരെ കയ്യിരിക്കുന്നത്. യോന്മാരെ എന്ത് ജോലി ചെയ്തിട്ടാണ്? കുനിഞ്ഞതാ നൂന്നതാ? ദൈവത്തിന്റെ വേല, ദൈവത്തിന് വേല വയ്ക്കലാണ് യോന്മാരെ പണി. ദൈവത്തിന് വേല വയ്ക്കും, അതേപോലെ യോന്മാരെ വിശ്വസിച്ച് ചെല്ലുന്ന മനുഷ്യന് വിട്ട് വേല വയ്ക്കും. അതാണ് യോന്മാരെ പണി. നമ്മളെ വേല വയ്ക്കാൻ നമ്മൾ പൈസ കൊടുക്കുകയാണ്. നമ്മളെ കയ്യിരിക്കണ പൈസ കൊടുത്ത് നമുക്ക് വേല വയ്ക്കായി ആണ് നമ്മൾ വീട്ടിൽ വിളിച്ചോണ്ട് വരുന്നത്. ഇതൊക്കെ ഇനിയെങ്കിലും അവസാനിച്ചില്ലെങ്കിൽ റോഡിലിട്ട് ആൾക്കാർ അലക്കുന്നതായിരിക്കും കാണേണ്ടത്. ഭാര്യയും മക്കളെയും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുക, അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. യവന്റെയോടൊക്കെ കഥ പറയുന്ന ഒരു കാര്യവും സമ്മതിക്കരുത്. ഇവനെ ഒന്നും വീട്ടിൽ വിളിക്കുകയും ചെയ്യരുത്. ഇവനൊക്കെ എന്തിനു എല്ലാ ആഴ്ചയും വിളിച്ച് ബിരിയാണിയും മട്ടനും ചിക്കനും ഒക്കെ വെച്ച് വേവിച്ച് കൊടുക്കുന്നത്? അവന് വേണമെങ്കിൽ അവൻ പോയി വേവിച്ച് തിന്നും, അല്ലെങ്കിൽ അവൻ പോയി ഹോട്ടലിൽ തിന്നും. ഒരു സാധനം അവന്മാരെ വീട്ടിൽ വിളിച്ച് കൊടുക്കാൻ പാടില്ല, വീട്ടിൽ കയറ്റാനും പാടില്ല. മനുഷ്യൻ ചിന്തിക്കണ്ടേ? ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവന്ന് നമ്മളെ കുടുംബത്ത് കൊണ്ടിരുത്തണം എന്ന് പറഞ്ഞാൽ അതുപോലെ വിവരക്കേട് വേറെ വല്ലതും ഉണ്ടാ? അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ വേറെ ഒരു അന്യപുരുഷനെ അവിടെ വീട്ടിൽ കൊണ്ട് കയറ്റൂ? ഇവനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇവൻ പള്ളിയിലെ ഓച്ചൈ, ഇവൻ ഒരു ലോവ എടുത്തിട്ട ഒരു നൈറ്റി എടുത്തിട്ടടനെ തന്നെ അവൻ ദൈവത്തിന്റെ പുത്രനായി പോയി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനിയെങ്കിലും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കൂ. ഇവനെപ്പോലുള്ള നാറ്റം പിടിച്ചവന്മാരെ വീട്ടിൽ കയറ്റാതിരിക്കൂ.